This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. ക്രൈസ്തവ സഭാ നേതാക്കളുമൊത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ദില്ലിയിൽ CBCI ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്തു. വിവിധ കത്തോലിക്ക സഭകളുടെ പ്രമുഖരടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 130ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നോർത്ത് അമേരിക്കയിൽ നിന്നും പങ്കെടുത്ത ഏക വ്യക്തി സജിമോൻ ആന്റണിയായിരുന്നു എന്നത് ശ്രദ്ധേയമായി. ഇത് ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയിൽ സജിമോൻ ആന്റണിക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. 70 വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഈ ആഘോഷത്തിൽ അദ്ദേഹം 2 മണിക്കൂറോളം ചെലവഴിച്ചു. ഗവൺമെന്റിന്റെ പ്രതിനിധികളുമായും സഭയുടെ കർദിനാൾമാരായും വളരെ അധികം കാര്യങ്ങൾ ആശയവിനിമയം നടത്തുവാനും കഴിഞ്ഞു. കാത്തലിക് സഭയുടെ സീറോ മലബാർ, സീറോ മലങ്കര, ലാത്തിൻ റൈറ്റ്സ് എന്നീ റൈറ്റ്സിന്റെ കർദിനാൾമാർ പങ്കെടുത്ത ഈ ആഘോഷത്തിൽ CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തും, കർദിനാൾമാരായ മാർ ബെസിലിയസ് ക്ലിമിസ്, മാർ ജോർജ് കൂവക്കാട്, മാർ ആന്റണി പൂല, മാർ ജോർജ് ആലഞ്ചേരി, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ദില്ലി ആർച്ച് ബിഷപ്പ് മാർ അനിൽ കൂട്ടോ, ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സാമി, ബിഷപ്പ് ജോസ് മാർ തോമസ്, ഫാദർ മാത്യു കോയിക്കൽ തുടങ്ങിയവർ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു. CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തും, CBCI ഡെപ്യൂട്ടി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ തുടങ്ങിയവർ ഈ ആഘോഷത്തിന് നേതൃത്വം നൽകി. മന്ത്രി ജോർജ് കുര്യൻ, രാജീവ് ചന്ദ്രശേഖരൻ, അൽഫോൺസ് കണ്ണന്താനം, KV തോമസ്, ടോം വടക്കൻ, അനിൽ ആന്റണി, ഷോൺ ജോർജ് തുടങ്ങിയവരും പരിപാടിക്കെത്തിയിരുന്നു. സഭാ നേതാക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശം. അത് ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും സമൂഹത്തിൽ അക്രമം നടത്തുന്ന ശ്രമങ്ങളിൽ വേദനയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്രിസ്ത്യൻ സഭകളുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വലുതാവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നും സഭാ നേതൃത്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. പുതിയ കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിലിനെ മോദി ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യയിൽ നിന്നൊരാൾക്ക് ഈ അംഗീകാരം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മോദി അറിയിച്ചു. ക്രിസ്ത്യൻ നേതൃത്വവുമായുള്ള ബന്ധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് മോദി തുടർച്ചയായ ഈ നീക്കങ്ങളിലൂടെ നൽകുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന് ലഭിച്ച അംഗീകാരമാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസുമായും BJP വക്താവ് ഡോക്ടർ ബിസോയ് സോജർ ശാസ്ത്രി തുടങ്ങി നിരവധി ഒഫീഷ്യൽസുമായി അമേരിക്കൻ മലയാളികളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനും കഴിഞ്ഞത് നല്ല കാര്യമായാണ് കാണുന്നതെന്ന് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.